ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ ഷാ ലേറ്റസ്റ്റ് എപ്പിസോഡ് വേണ്ടി പറയുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ചാനൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് ചെയ്യുന്ന കമൻസ് ഷെയർ ലൈസ്റ്റ് ആരും മറക്കാൻ കേട്ടോ. ഇനി കാണാൻ പോകുന്ന എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ സുസ്മിതനെ അറഞ്ചും പൊറഞ്ഞും തള്ളി സുസ്മിത കഴുത്തിനെ പിടിച്ച് പുറത്താക്കുന്ന സത്യഭാമയാണ് എപ്പിസോഡിൻ്റെ ഉഗ്ര ഹൈലൈറ്റ്. ഇനി അതിനേക്കാളും വലിയ ഹൈലൈറ്റ് എന്നത് ശാലിനി വിഷ്ണുവിൻ്റെ ജീവിതം എന്താകാൻ പോകുന്നതെന്നതും അതിനേക്കാളും വലിയൊരു ഹൈലൈറ്റാണ് കേട്ടോ. അപ്പോൾ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന കാര്യം നമ്മുടെ സുസ്മിത സത്യങ്ങളെല്ലാം തെളിവ് സഹിതം സത്യഭാമയുടെ മുന്നിൽ കാണിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പം മൊബൈലിനകത്ത് എന്താണ് ആ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്ത് സത്യഭാമയുടെ വിശ്വാസം തിരിച്ചു പിടിക്കാനുള്ള പരിശ്രമം. കാരണം സത്യഭാമ ആവട്ടെ അവിടെയുള്ള ഒരു മനുഷ്യനും സുസ്മിത പറയുവാണ് ശാലിനിയുടെ മകൾ തന്നെയാണ് നമ്മുടെ പപ്പി മോളും അതുപോലെ തന്നെ സത്യമോളും എന്ന് പറഞ്ഞിട്ടും അവിടെയുള്ള ഒരു മനുഷ്യൻ വിശ്വസിക്കുന്നില്ല. മാത്രമല്ല രോഹിത്തിനൊക്കെ കടുത്ത ദേഷ്യമാണ്. അന്നേരം തന്നെ നമ്മുടെ രാഘവേട്ടനൊക്കെ പറയും ഇവിടെ കഴുത്തിന് പിടിച്ച് പുറത്താക്കുമ്പോൾ ഇവിടെ എത്ര കള്ളത്തരം പറഞ്ഞ് കുടുംബത്തിന് സമാധാനം കെടുത്താനാണ് വരുന്നത്. നമ്മുടെ രാഘവേട്ടൻ പറയുന്നുണ്ട്. സത്യഭാമി അതേ അഭിപ്രായമാണ്. നീ എന്ത് കള്ളത്തനം പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല. കാരണം എൻ്റെ വിഷ്ണുവിനെ ജയിലിൽ കൊല്ലാൻ വരെ ശ്രമിച്ചവളല്ലേ നീ. നിന്നോടാണോ നീ പറയുന്ന വാക്കാണോ ഞാൻ കേട്ട് വിശ്വസിക്കുന്നതൊക്കെ പറഞ്ഞ് സുസ്മിത പറയുന്ന വാക്കിനെ അപ്പാടെ തള്ളിക്കളയാണ് സത്യഭാമ. അപ്പം നമ്മുടെ ശാലിനിക്ക് എന്താണ് ഭയങ്കര ഒരു വിശ്വാസത്തിന് ഒരു പോസിറ്റീവ് എഫക്റ്റായി. കാരണം നമ്മൾ പറയുന്നൊന്നും പഴയ പോലെ ഒന്നും വിശ്വസിക്കുന്നില്ലോ. അതുകൊണ്ട് തനിക്കൊരു രക്ഷയുണ്ട്. പക്ഷേ ഇന്നലെ ഷാനിയെ ഭയപ്പെടുന്ന ഒറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആ വീഡിയോ ഷാനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരു ആശങ്കയിലാണ് ഷാനിയും അതുപോലെ തന്നെ ശ്യാമയാവട്ടെ ശാരമയൊക്കെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ സുസ്മിത ലാസ്റ്റ് എന്താണ് എന്നൊരു ആവർത്തിച്ച് പറയുവാണ് ഈ ശ്യാമയ്ക്ക് പ്രസവിക്കാനുള്ള ഒരു കഴിവില്ല, ശ്യാമിനെ ഒരു കാലത്തും പ്രസവിക്കാത്ത ശ്യാമയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു പുള്ളി പോലും തെറ്റാതെ അതുപോലെ സത്യഭാമയുടെ മുന്നിൽ പറയുമ്പോൾ ശ്യാമ അവിടെ നിന്ന് വിയർക്കുവാണ്. പക്ഷേ ആരും ഇതൊന്നും മുഖവരയ്ക്ക് പോലും എടുക്കുന്നില്ല. ആ സമയത്തെ സിറ്റുവേഷനൊക്കെ കാണുന്നുണ്ട് സുസ്മിതയ്ക്ക് മനസ്സിലാവും ഇനി ഇങ്ങനെ തന്നെ നിന്ന് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ എത്രയൊക്കെ വിളിച്ച് പറഞ്ഞാലും സത്യാമ്മ ഇതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. മാത്രമല്ല കുറച്ചും കൂടെ കഴിഞ്ഞാൽ ചിലപ്പോൾ വിഷ്ണുവായിട്ട് എന്നെ തന്നെ ഇവിടെ തല്ലി പുറത്താക്കി നിൽക്കും. അതിന് മുന്നേ എൻ്റെ കയ്യിലിരിക്കുന്ന വജ്രായുധം പുറത്തിറക്കിയേ പറ്റത്തുള്ളൂ എന്ന അവസ്ഥയിൽ സുസ്മിത നിൽക്കുക. അപ്പോൾ സുസ്മിത കയ്യിരിക്കുന്ന വജ്രായുധം മറ്റൊന്നുമല്ല ശാലിനിയുടെ സ്വന്തം നാവ് കൊണ്ട് തന്നെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറയുന്നത്. അതായത് താൻ സുസ്മിതയ്ക്ക് പൈസ കൊടുത്തും അതിനോടൊപ്പം തന്നെ എന്താണ് ഒരു കാലത്തും സത്യമോളും അതുപോലെ പപ്പിമോളും രണ്ടുപേരും ശാലിനിയുടെ തന്നെ സ്വന്തം മക്കളാണെന്നും ശ്യാമ പ്രസവിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും സത്യാമ്മ അറിയിക്കാതിരിക്കാനായി കൊടുക്കുന്ന ആ 10 ലക്ഷം രൂപയും അത് കൊടുക്കുമ്പോൾ വീടിക്കുന്ന സുസ്മിത പറയുന്ന ഡയലോഗും എല്ലാം ചേർന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് സുസ്മിതയുടെ വജ്രായുധം. അപ്പോൾ ആ വജ്രായുധമായതിന് തെളിവ് സഹിതം എടുത്ത് സത്യാമ്മയുടെ മുന്നിൽ കാണിക്കാൻ വരുമ്പോൾ സത്യം പറയുന്നത് നിൻ്റെ ഈ തെളിവുണ്ടെങ്കിൽ നീ കാണിക്കാൻ വരുമ്പോൾ സുസ്മിത ഈ വീഡിയോ നോക്കുവാണ്. അപ്പം ഫോണിൽ വീഡിയോ നോക്കിയിട്ട് ഫോണിനകത്ത് വീഡിയോ കാണുന്നില്ല. ഈ ഫോണിൽ വീഡിയോ കാണാതായിട്ട് കുറേ നേരം കൊണ്ട് ഇവിടെ വീഡിയോ നോക്കുമ്പോഴത്തേക്കും ഷാനി അങ്ങ് ചിരിക്കുവാണ് കേട്ടോ. മനസ്സുകൊണ്ട് തന്നെ ചിരിക്കുവാണ്. അപ്പം ആ ചിരി കാണും നമ്മുടെ ശാരദാമ്മയ്ക്കാവട്ടെ നമ്മുടെ അതുപോലെ തന്നെ ശ്യാമയ്ക്കൊക്കെ ഭയങ്കര കോൺഫിഡൻസ് ആണ്. കാരണം കള്ളത്തരം പൊളിക്കാൻ സുസ്മിത കയ്യിലുണ്ടായിരുന്ന വജ്രായുധം ഇതോടെ ഷാലിനി എന്താണ് മാറ്റിക്കഴിഞ്ഞു എന്ന് എല്ലാവർക്കും മനസ്സിലായി. സുസ്മിത കുറേ നേരം കൊണ്ട് ഈ ഫോൺ ഇങ്ങനെ പരതി നോക്കിയിട്ടും ഒന്നും കാണിക്കാൻ പറ്റാതെ നമ്മുടെ സത്യഭാമയുടെ സ്വഭാവം മാറിയത് നീ കുറേ നേരമായാലും ഇവിടെ നിന്ന് കളിക്കാൻ തുടങ്ങിയത് എന്നിട്ട് എന്തിയെ നീ പറഞ്ഞ ഈ തെളിവ് എന്തെങ്കിലും ചോദിക്കുമ്പോഴത്തേക്കും അത് ആൻറ്റി ഈ ഫോണിൽ ഉണ്ടായതാണ് ഞാൻ ഇതാ കുറച്ച് നേരത്തിന് പോയി കണ്ടതാ ഇപ്പം എവിടെ പോയി അറിയില്ല. ദേ സുസ്മിത നിൻ്റെ പഴയ അടവിറക്കല്ലേ ഇവിടെ കുടുംബത്തിൽ നല്ലൊരു ചടങ്ങ് നടക്കാൻ നിൽക്കുമ്പോൾ അത് അലങ്കോലപ്പെടുത്താൻ വേണ്ടി നീ മനഃപൂർവ്വം ഇങ്ങോട്ട് കെട്ടിയെഴുന്നാലും വന്നേലേ. നിന്നെ ഉണ്ടല്ലോ നീ പറയുന്ന കള്ളത്തരം എന്ന് പറഞ്ഞാൽ സത്യഭാമ എന്നാണ് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം ചെയ്യുന്നത്. അത് മറ്റൊന്നുമല്ല കേട്ടോ, സത്യാമ്മയുടെ കൈയുടെ ചൂട് എന്നാന്നുള്ള കാര്യം സുസ്മിത നല്ല പോലെ എന്നറിയും. സുസ്മിത വന്നത് ഒരു അടിക്ക് ഗോളുണ്ടല്ലോ എന്ന് ശ്യാമയുടെ കാര്യത്തിൽ ചിന്തിച്ചിട്ട് വന്നെങ്കിൽ ആ അടിയുടെ ഗോള് ചെറിയ ഗോളൊന്നും അല്ലായിരുന്നു കേട്ടോ, ഒരു ഉഗ്രം ഗോള എന്നുള്ള കാര്യം ഇന്ന് സുസ്മിത സ്വന്തമായി അനുഭവിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഇറങ്ങുന്നത്. കാരണം സത്യഭാമ ഒരു അടിയിലൊന്നും നിർത്തുന്നില്ല, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും വലിച്ചിട്ട് പിടിച്ചിട്ടങ്ങ് അറഞ്ചും പുറഞ്ഞും തന്നെ അടിക്കുമെന്ന് തന്നെ പറയാം. അതിനുശേഷം സത്യഭാമയുടെ കലി അടങ്ങില്ല. സത്യഭാമയുടെ അടുത്ത് ഇവിടെ കിടന്ന് കറിയാണ് ആൻറ്റി എന്നെ അടിക്കല്ലേ ആൻറ്റി ഞാൻ പറഞ്ഞ സത്യമാണ് ആൻറ്റി ഞാൻ തെളിവൊക്കെ കൊണ്ടുവന്നത് തെളിവ് എവിടെ പോയെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞാലും സത്യാമ്മയ്ക്ക് അടിക്കുന്നതിൻ്റെ ഇതൊന്നും കേട്ട കേൾവിയില്ല. സത്യാമ്മ കറക്റ്റ് കഴുത്തിന് പിടിച്ച് സുസ്മിത ആ വീട്ടിൽ നിന്ന് പുറത്താക്കുക. ഇത് പണ്ട് ചെയ്യേണ്ടതെന്ന് പക്ഷേ ഇപ്പോഴാണ് ചെയ്യുന്നതെന്ന് മാത്രം. ഒരു കാഴ്ച കണ്ടതിൻ്റെ സന്തോഷമാണ് നമ്മുടെ ശാലിനിക്ക് ഏറ്റവും കൂടുതൽ കേട്ടോ. പക്ഷേ ഷാലിനേക്കാളും അവിടെ സന്തോഷിക്കുന്ന വ്യക്തി നമ്മുടെ രാഘവേട്ടനും വിഷ്ണുവും രോഹിത്തും ശ്യാമയൊക്കെയാണ്. കാരണം ഇവർക്ക് ഈ ഒരു അടി എന്നേ കിട്ടേണ്ടതാണ്, ഇന്നത് കിട്ടുന്ന കാണാൻ പറ്റിയല്ലോ എന്ന സന്തോഷത്തിനകത്ത് എല്ലാവരും അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഷാനി ഇവളെ കഴുത്തിന് പിടിച്ച് ആ പുറത്താക്കിയിട്ടിരിക്കുന്നത് അവൾ അടുത്തേക്ക് അങ്ങ് പോവുക. ഷാനി പോയിട്ട് സുസ്മിതയോട് ചോദിക്കുക നീ ഭയങ്കര ക്രിമിനൽ ബുദ്ധിയാന്നൊക്കെ പറഞ്ഞിട്ട് നിൻ്റെ ക്രിമിനൽ ബുദ്ധി എന്ത് പറ്റി ഇവിടെ തോറ്റുപോയോ ഒക്കെ ചോദിച്ച് സുസ്മിത അടുത്ത് റിയാലിറ്റി ചെക്ക് കൊടുക്കുവാണ്. സുസ്മിതയുടെ ലൈഫിൽ ഇപ്പോൾ എന്താ സംഭവിച്ചത് സുസ്മിതയ്ക്ക് തൽക്കാലം ഒന്നും മനസ്സിലായില്ല. നീ പ്രതീക്ഷ എന്താണ് സത്യാമ്മ നീ പറയുന്നതൊക്കെ കേട്ട് നീ വീഡിയോയും കൊണ്ട് വരുമ്പോൾ ഞാൻ ഇവിടെ കൈയും കെട്ടി ഇവിടെ ചുമ്മാ നിൽക്കും നീ പ്രതീക്ഷ സുസ്മിതയെ ഞാൻ ശാലിനിയല്ലേ എന്ന് ശാലിനിയുടെ പവർ എന്താ ശാലിനി മനസ്സിലാക്കി കൊടുക്കുക. നിനക്ക് ഇതുവരെ ഒന്നും മനസ്സിലായില്ലല്ലേ, എന്തിനാ ഈ അടി കിട്ടിയെന്ന് നിനക്ക് മനസ്സിലായില്ല, എങ്ങനെയാണ് നിൻ്റെ വീഡിയോ നഷ്ടപ്പെട്ടതെന്ന് നിനക്ക് മനസ്സിലായില്ല, അത് ഞാൻ മനസ്സിലാക്കി തരാവേ. നിൻ്റെ അത്ര ഉടായ്പൊന്നും ഞാൻ പഠിച്ചില്ലെങ്കിൽ ഉടായ്പകൾ കാണിക്കുന്നവരെ എങ്ങനെ വീഴ്ത്താന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് ശാലിനി നടന്ന കാര്യം പറയുക.
നീ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിയില്ലേ ഒരു പോലീസ് ചെക്കിംഗ് ഇല്ലായിരുന്നോ? അപ്പോൾ സുസ്മിത പറയുന്നത് ആ ഉണ്ടായിരുന്നു. ആ അന്നേരം എന്താ സംഭവിച്ചതെന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ സുസ്മിത മനസ്സിൽ ചിന്തിക്കുക. അപ്പം വരുന്ന വഴിയിൽ എന്താണ് ഒരു പോലീസുകാരൻ എന്താണ് കാറിന് തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു മാഡം ഒരു പോലീസ് ചെക്കിംഗ് ഉണ്ട്, അതുകൊണ്ട് മാഡം കാറിൽ നിന്ന് പുറത്തിറങ്ങണം, ഞങ്ങൾക്ക് വണ്ടിയൊക്കെ ചെക്ക് ചെയ്യണം, മാഡത്തിൻ്റെ മാത്രമല്ല ഇതിൽ കൂടെ പോകുന്ന എല്ലാ വണ്ടിയും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അവിടെ സുസ്മിത എന്താണ് കാറിൽ നിന്ന് പുറത്തിറങ്ങി നിന്ന്. അതിനുശേഷം വീണ്ടും കാറിൽ തന്നെ കയറി തിരിച്ച് ഇവിടം വരെ വന്നതേ സുസ്മിതയ്ക്ക് ഓർമ്മയുള്ളൂ. ആ നീ ആ കാറിൽ നിന്ന് പുറത്തിറങ്ങിയില്ലേ, അന്നേരം നിൻ്റെ അടുത്ത് വന്ന ആ പോലീസുകാരൻ ഓർമ്മയുണ്ടോ? ആ ആ വ്യക്തിയെ നീ പറയുന്നതിനൊക്കെ തന്നെ മുന്നേ നീ വരുന്ന റൂട്ട് ഏതാണ്, ഈ റൂട്ടിലേക്ക് നിനക്ക് വരാൻ ഏതൊക്കെ റൂട്ടുകളുണ്ട് അതെല്ലാം നോക്കി ആ റൂട്ടിലെല്ലാം പോലീസ് ചെക്കിങ് നിർത്തിയെന്ന് മാത്രമല്ല ആ പോലീസുകാരനോട് ഞാൻ തന്നെ പറഞ്ഞത് നിൻ്റെ ഫോൺ എടുത്ത് ഞാനും നീയും തമ്മിൽ സംസാരിക്കുന്ന വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാൻ ഞാൻ പറഞ്ഞിട്ടാണ് വിട്ടത്. അദ്ദേഹം കാറ് ചെക്ക് ചെയ്യുമോ എന്ന മട്ടിൽ നിന്നെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അല്ല സുസ്മിതേ, നിൻ്റെ ആ ഫോണിൽ നിന്ന് വീഡിയോ എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടി മാത്രമായിരുന്നു. നീ പ്രതീക്ഷിച്ചതേ ഇല്ല അല്ലേ? ഇതൊക്കെ അങ്ങ് സത്യങ്ങളൊക്കെ തുറന്ന് പറയുമ്പോഴും സുസ്മിത കവള് തടയിക്കൊണ്ടിരിക്കുക. കാരണം കിട്ടിയ അടിയുടെ ചൂട് ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ അതിൻ്റെ സങ്കടത്തിനകത്താണ്. അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും ശാലിനി നേരെ അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ അകത്തേക്ക് പോകുന്ന ശാലിനിക്ക് ഇനി സത്യഭാമയുടെ വക സർപ്രൈസാണ്. അത് മറ്റൊന്നുമില്ല, സത്യഭാമ തൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം തന്നെ മാറ്റിവെച്ച് ഇനി ആ വീടിൻ്റെ ഗൃഹനാഥയായി മരുമകൾ, തൻ്റെ മൂത്ത മരുമകൾ, മാത്രമല്ല തൻ്റെ വിഷ്ണുവിൻ്റെ ഭാര്യ, അവൾ തന്നെയാണ് ഈ വീട്ടിൻ്റെ അടുത്ത ഗൃഹനാഥ എന്ന് പറഞ്ഞ് ആ വീട്ടിൻ്റെ താക്കോൽ കൂട്ടം സുസ്മിത വന്നപ്പോഴാണല്ലോ കൈമാറാൻ നിന്നപ്പോഴാണ് സുസ്മിത അവിടെ ഭയങ്കര ഹംഗാമ ക്രിയേറ്റ് ചെയ്ത് അതെല്ലാം മാറ്റി സുസ്മിത അവിടെ അടിച്ച് തെളിച്ച് പുറത്താക്കിയതിന് ശേഷം ഷാലിയുടെ കയ്യിലേക്ക് ആ വീടിൻ്റെ താക്കോൽ കൊടുക്കുന്നതാണ് കാണുന്നത്. പക്ഷേ ഈ താക്കോൽ കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഷാലി സത്യഭാമയെ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ശാലിനി ഇവിടെ ഇനി എന്നും കാണുമെന്നാണ്. ശാലിനി തൽക്കാലത്തേക്കൊന്നും ഒരു ഗസ്റ്റ് അല്ല, ശാലിനി ഇനി സ്ഥിരം വിഷ്ണുവിൻ്റെ കൂടെ തന്നെ താമസിക്കാൻ പോകുക എന്നുള്ള കാര്യം. അപ്പോൾ അതൊക്കെ അവിടെ വെച്ച് സത്യഭാമ എല്ലാവരും കേൾക്കത്തക്ക രീതിയിൽ അനൗൺസ് ചെയ്യുവാണ്. ഇനി എൻ്റെ മരുമകളായി ഇവിടെ ഈ വീട്ടിൽ തന്നെയായി ശാലിനി താമസിക്കുന്നത്, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഏറ്റവും വലിയ വ്യക്തി ശാലിനി. അവൾ പറയുന്നത് കേട്ടാക്കി ഞാൻ പോലും നടക്കുന്നതൊക്കെ സത്യഭാമ പറയുമ്പം ഇതൊക്കെ കേട്ട് നമ്മുടെ ശാരദാമ്മയും വിഷ്ണുവും എല്ലാവരും ഭയങ്കര സന്തോഷത്തിനതാണ്. അപ്പോൾ ശാലിനി കയ്യിൽ ആ താക്കോലിൻ്റെ ഉത്തരവാദിത്തം കിട്ടുമ്പം ശാലിനിക്ക് മനസ്സിൽ അത്ര സന്തോഷമൊന്നുമില്ല. കാരണം മറ്റൊന്നുമല്ല, സത്യമുള്ള കാര്യമാണ്. ഈ കാര്യത്തിനും സത്യഭാമ ഒരു തീരുമാനം നേരത്തെ എടുത്തതിനെക്കുറിച്ച് ശാലിനിയോട് പറഞ്ഞു കഴിഞ്ഞു. എല്ലാവരും മുന്നിൽ വെച്ച് പറയുന്നുണ്ട്, മോളെ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ നല്ല സമയങ്ങളുണ്ട്, അതൊന്നും എനിക്ക് തിരിച്ചു തരാൻ പറ്റത്തില്ല. പക്ഷേ എന്നിൽ വന്ന തെറ്റുകളെല്ലാം പുറത്ത് മാപ്പാക്കി ഇനി നിങ്ങളൊരു പുതിയ ജീവിതം വേണം. ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷം മാത്രമേ കാണാവുള്ളൂ. നീ എൻ്റെ മരുമകളല്ല, നീ എൻ്റെ മകൾ തന്നെയാണ്. എൻ്റെ മകളും മകനും എല്ലാം ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കുന്നതാണ് എനിക്ക് കാണുന്നത്. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്നൊക്കെ സത്യം പറയുമ്പോൾ വിഷ്ണുവിൻ്റെ മുഖമൊക്കെ സന്തോഷം കൊണ്ടങ്ങ് തിളങ്ങുവാണ്. പക്ഷേ നമ്മുടെ ഷാനി എന്ത് തീരുമാനം എടുക്കാൻ പോകുന്ന അറിയാതെ അവിടെ നിൽക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ ഷാനിൻ്റെ കയ്യിൽ താക്കോൽ നിൽക്കുന്നതും അതുപോലെ സത്യഭാമ ഇങ്ങനെ ഷാലിനി പുകഴ്ത്തി അങ്ങ് എന്താണ് തലയുടെ മണ്ടേ കയറ്റി വെച്ചെന്ന് തന്നെ പറയാം. അപ്പോൾ ഇതൊക്കെ കേട്ട് നമ്മുടെ ശ്യാമയും ശാരദാമ്മയും വിഷ്ണുവും അവിടെ നിൽക്കുന്ന എല്ലാവരും ഹാപ്പിയാണ്. കാരണം സത്യഭാമ ഇത്രയും മാറാൻ പറ്റുമെന്ന് എല്ലാവരും സന്തോഷം നിൽക്കുമ്പോഴാണ് കറക്റ്റ് അവിടെ മറ്റൊരാളുടെ എൻട്രിയാണ്. അത് മറ്റാരല്ല, നമ്മുടെ ഗോപാലകൃഷ്ണൻ്റെ എൻട്രിയാണ്, ഷാലിയുടെ അച്ഛൻ്റെ എൻട്രിയാണ്. ഷാലിയുടെ അച്ഛൻ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുവാണ്. ഇനി അതിനുശേഷം അദ്ദേഹം പറയാൻ പോകുന്ന വാക്കുകളിൽ നിന്നാണ് അടുത്ത മാറ്റം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇനി കാണാൻ പോകുന്ന എപ്പിസോഡിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ. അപ്പോൾ എല്ലാവരും കാണുക, ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ കമൻറ്റ്സ് ഷെയർ ആരും മറക്കണ്ട. ബൈ.